ഈ കഴിഞ്ഞയാഴ്ച ഞാനൊരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇടവന്നു. അന്ന് ഈ മൃതസംസ്കാര ശുശ്രൂഷയുടെ ഒടുക്കം മൃതദേഹം വഹിച്ചുകൊണ്ട് സിമിത്തേരിയിലേക്ക് പോയിട്ട് ഈ സിമിത്തേരിയിൽ നിന്ന് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഒടുക്കം അടുത്ത ബന്ധുക്കൾ അവസാന ചുംബനം നൽകുന്ന ഒരു ചടങ്ങുണ്ട്. അന്ന് മഴയായിരുന്നുകൊണ്ട് ആ പള്ളിയിൽ വെച്ചാണ് അവസാന ചടങ്ങുകളും നടന്നത്. അവസാനം ജീവിത പങ്കാളിക്ക് ചുംബനം നൽകി ഭാര്യയും അതുപോലെ അവരുടെ മക്കളുമൊക്കെ കണ്ണീരണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു. അതിനിടയിൽ ഒരു സ്നേഹത്തിൻ്റെ അത്ഭുത കാഴ്ച കാണാനിടയായി. ആ കാഴ്ച നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് തിരികെ വരാം. സാധാരണഗതിയിൽ മക്കൾ മാതാപിതാക്കൾക്ക് അന്ത്യചുംബനം നൽകുന്നത് മുഖത്താണ്. പക്ഷെ ഇവിടെ അതിൽ നിന്നും വളരെ വിഭിന്നമായി ഒരു നിമിഷം എനിക്കൊരു ഔട്ട് ഓഫ് ഫ്രെയിം ആണോ എന്ന് തോന്നി. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെയൊക്കെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് ഭേദിക്കുന്ന വിധത്തിലാണ് ആ ഒരു കാഴ്ച എന്ന് നമുക്ക് മനസ്സിലാകും. ആദ്യം ആ മകൻ വളരെ സങ്കടത്തോടു കൂടി ആ പിതാവിൻ്റെ മുഖം വളരെ സ്നേഹത്തോടു കൂടി ചുംബിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. സാധാരണ ആളുകൾ മരിക്കുമ്പോഴൊക്കെ മക്കൾ അന്ത്യചുംബനം മുഖത്ത് നൽകുന്നത് പതിവാണ്. ആ മകൻ പെട്ടെന്ന് വന്നിട്ട് അപ്പൻ്റെ കരങ്ങൾ അമർത്തി ചുംബിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ മകൻ അപ്പൻ്റെ കരം ചുംബിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരപ്പൻ്റെ കരം അതെത്രയോ വിശുദ്ധമാണ്. 2-3 കിലോ മാത്രം ഭാരമുള്ള നമ്മളായിരുന്നു ജനന സമയത്ത്. പിന്നീട് നമ്മളെ ഇങ്ങനെ അടക്കിപ്പിടിച്ച് നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമ്മളെ വളർത്തുന്നതിൽ ആ അപ്പൻ്റെ കരങ്ങൾ എത്രയോ അധ്വാനിച്ചിട്ടുണ്ടാകും. നമുക്ക് ഭയം തോന്നിയ എത്രയോ രാത്രികളിൽ അപ്പൻ തൻ്റെ കരമിങ്ങനെ ചേർത്ത് നമ്മളെ ഇങ്ങനെ ചങ്കോട് അടക്കി പിടിച്ചിട്ടുണ്ടാകും. നമുക്കെല്ലാം വെച്ച് വിളമ്പിത്തരുന്നത് അമ്മയായിരിക്കാം. പക്ഷേ അപ്പത്തിനുള്ള വക നമ്മുടെ വീട്ടിലെത്തിക്കുന്നത് നമ്മുടെ അപ്പനാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ തളർന്നു വീഴുമ്പോൾ അപ്പൻ്റെ ആ ശക്തമായ കരം എത്രയോ പ്രാവശ്യം നമ്മളിങ്ങനെ കോരിയെടുത്തിട്ടുണ്ടാകാം. ഇവിടെ ഈ മകൻ അപ്പൻ്റെ കൂപ്പ് കൈകളിലേക്ക് തൻ്റെ മുഖം ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ പ്രിയപ്പെട്ട അപ്പനോട് തൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ പങ്കുവെക്കൽ പോലെ അവിടെ നിന്ന ആളുകൾക്കൊക്കെ അത് തോന്നിയിട്ടുണ്ടാവാം. പിന്നെ നമ്മൾ കണ്ടത് ഈ മകൻ അപ്പൻ്റെ പാദാന്തികത്തിലേക്ക് തൻ്റെ ശിരസ് ചേർത്ത് വെച്ച് ചുംബിക്കുന്നതാണ്. മലയാള സിനിമയിലെ മെഗാസ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന മമ്മൂട്ടി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ആദ്യമൊക്കെ ഞാൻ മക്കളുടെ മുൻപിൽ നടന്നു, ഇപ്പം ഞാൻ മക്കളുടെ ഒപ്പം നടക്കുകയാണ്. അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോൾ 2 കാര്യമുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഈ അപ്പന്മാർ നമ്മുടെ മുൻപേ നടന്നവരാണ്. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി, നമുക്ക് അഡ്മിഷൻ തരപ്പെടുത്താൻ വേണ്ടി, നമുക്ക് ഹോസ്പിറ്റലിൽ ചീട്ടെടുക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയൊക്കെ അവർ നമ്മുടെ മുൻപേ നടന്നവരാണ്. എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ അവർ പിന്നോട്ട് വരും. എന്നിട്ട് അവർ നമ്മളുടെ ഒപ്പം നടക്കും. എന്ന് പറഞ്ഞാൽ തന്നെക്കാളും ആരോഗ്യവും കഴിവുകളുമൊക്കെ തൻ്റെ മക്കൾക്കാണ് എന്ന് ബോധ്യം വരുമ്പോൾ അപ്പനെ കസാരയിൽ നിന്നിറങ്ങി മക്കളോടൊപ്പം നടക്കും. അപ്പൻ്റെ പാദത്തിലേക്ക് മകൻ മുഖം ഇങ്ങനെ ചേർത്ത് വെച്ച് ചുംബിക്കുമ്പോൾ മകൻ പറയാതെ പറയുന്നത് ഒരു കാര്യമായിരിക്കാം, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് മുൻപേ എനിക്ക് വേണ്ടി നടന്നതിന് ഒരടയാളമായിട്ടായിരിക്കാം മകൻ അപ്പൻ്റെ പാദം ചുംബിച്ചത്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.